ഹായ് ഓൾ, നീറ്റ് ആസ്പിരൻസിനോട് എന്ന വീഡിയോ സീരീസിലെ നെക്സ്റ്റ് വീഡിയോയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഈ വീഡിയോൻ്റെ കണ്ടന്റ് വന്നിരിക്കുന്നത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ട സമയത്ത് ഒരു ടോപ്പർ പറയുന്നുണ്ട്, കഴിഞ്ഞ വർഷം നല്ല റാങ്ക് വാങ്ങിച്ചൊരു കുട്ടി പറയുന്നുണ്ട്, NCERT ബയോളജി ലൈൻ ബൈ ലൈൻ വായിക്കണം, അത് ഓരോ പോയിന്റ് വിടാതെ തന്നെ കൊണ്ടുപോകണം. അപ്പം ആ ഒരു പോയിന്റ് പറഞ്ഞ സമയത്ത് അതിലൊരു കാര്യം നമ്മൾ തെറ്റിദ്ധരിച്ച് പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മിസ് ഇൻട്രപ്റ്റഡ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്നുകൂടെ സ്ട്രെസ് ആയിട്ട് എടുത്ത് പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരാം, അല്ലെങ്കിൽ ആ ഒരു കോട്ടിലേക്ക് വരാം. ആ കോട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? NCERTയിലെ ഓരോ പോയിന്റും ലൈൻ ബൈ ലൈനായിട്ട് നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പം മാത്രമേ നമുക്ക് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയി നീറ്റിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി ബയോളജി ഈ ഒരു നീറ്റിന് കുറച്ചുകൂടി ടഫായിരുന്നു എന്ന് വെച്ചാൽ കുറച്ചുകൂടി അനലിറ്റിക്കൽ രൂപത്തിലായിരുന്നു നമ്മുടെ ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. നേരെ തിയറി ചോദിക്കുന്നതിന് പകരം കുറച്ച് അനാലിസ് ചെയ്ത് മാത്രം ആൻസർ എത്തുന്ന രൂപത്തിലാണ്. അപ്പോൾ ഇങ്ങനെ കൂടെ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ NCERT ആദ്യം നമ്മൾ പറയുന്ന അതേ കാര്യം തന്നെ NCERT ഒരു പോയിന്റും വിടാതെ ലൈൻ ബൈ ലൈൻ സൂക്ഷ്മമായി വായിച്ചിട്ട് പോകണം എന്നുണ്ട്. പക്ഷേ ഈ ഒരു പറഞ്ഞ കാര്യം വളരെ കറക്റ്റായിട്ടുള്ള കാര്യം ആണെങ്കിലും അതിലൊരു ട്രാപ്പ് അല്ലെങ്കിൽ നമ്മളൊരു പിറ്റ്ഫോളിൽ വീഴാനുള്ള ഒരു ചാൻസസ് അവിടെ കാണുന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ നീറ്റിന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ +2 സമയത്ത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ NCERT വായിക്കുന്ന സമയത്ത് ഇതേപോലെ ലൈൻ ബൈ ലൈൻ ഓരോ പോയിന്റും വിടാതെ വായിക്കും, വളരെ നല്ല കാര്യം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പെർഫെക്ഷൻ, അതായത് ലൈൻ ബൈ ലൈനായിട്ടുള്ള എല്ലാ പോയിന്റും നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്ന ഈ പെർഫെക്ഷൻ ഫസ്റ്റ് റീഡിങ്ങിലോ സെക്കൻഡ് റീഡിങ്ങിലോ തേർഡ് റീഡിങ്ങിലോ കിട്ടുന്ന കാര്യങ്ങളല്ല, മൾട്ടിപ്പിൾ റീഡിങ്ങിൽ കിട്ടുന്ന. നമ്മൾ നീറ്റ് ആസ്പിരൻസ് പറയുന്ന രണ്ടാമതൊരു വാക്ക് നമ്മൾ കേട്ടിട്ട് NCERT എപ്പം വായിച്ചു കഴിഞ്ഞാലോ അതിന് ഓരോ പോയിന്റുകൾ പൊങ്ങി വരും. അത് ആക്ച്വലി പുതിയതായിട്ട് പൊങ്ങി വരുന്ന പോയിന്റുകളല്ല, ആദ്യം അവിടെ ഉണ്ടായിരുന്നു, നമ്മൾ നോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോ തവണ വായിക്കുമ്പോഴും ഫസ്റ്റ് റീഡിങ്ങോ സെക്കൻഡോ തേർഡോ ഫോർത്തോ സ്ട്രെസ്ഫുള്ളായിട്ട് നമ്മൾ വായിക്കരുത് എന്നുള്ളൊരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. കാരണം കുറേ കുട്ടികൾ ഇനീഷ്യലി NCERT വായിക്കുന്ന സമയത്ത് ഓരോ പോയിന്റുകളും സമയമെടുത്ത് ഓരോന്ന് സൂക്ഷ്മമായിട്ട് വായിക്കുന്ന ഒരു ശീലം കണ്ടിരുന്നു. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ നിങ്ങൾ വായിക്കുന്ന തവണകൾ കൂട്ടുന്നതിനനുസരിച്ചാണ് ഈ പോയിന്റ് ബൈ പോയിന്റ് അല്ലെങ്കിൽ അതിലെ ഓരോ പോയിന്റും നമ്മളെ മെമ്മറിയിലേക്ക് കയറുക, അല്ലെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ ആദ്യം വായിക്കുമ്പോഴോ രണ്ടാമത് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ മൂന്നാമത് വായിക്കുന്ന സമയത്തോ എല്ലാ പോയിന്റുകളും ഒരേപോലെ കവർ ചെയ്ത് പോവുക എന്നുള്ളൊരു മിസ്കൺസെപ്റ്റിലേക്ക് നിങ്ങൾ വരരുത്. നമ്മൾ ടുവേർഡ്സ് പെർഫെക്ഷനിലേക്കാണ് മൂവ് ചെയ്യുക. അത് കാരണം തന്നെ ഫസ്റ്റോ സെക്കൻഡ് റീഡിങ്ങോ ടൈം ഒരുപാട് കൺസ്യൂം ചെയ്ത് ഒരുപാട് സ്ട്രെസ് എടുത്ത് വായിക്കുന്നത് കണ്ടു. നമ്മുടെ ബ്രെയിൻ ഓരോ പോയിന്റുകളും ക്യാച്ച് ചെയ്യുന്നത് നമ്മളത് മനസ്സിലാക്കുന്നത് കൂടെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ക്വസ്റ്റ്യൻ ചെയ്തു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ NCERT നന്നായി ഒരു തവണ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പോയിന്റ് നിൽക്കാനുള്ള പോസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് പുതിയ പോയിന്റുകൾ വീണ്ടും കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വളരെ കറക്റ്റാണ്, പക്ഷേ അതൊരു സിംഗിൾ സ്റ്റെപ്പ് ഹാപ്പനിങ് ആയിട്ടുള്ള കാര്യമല്ല. ആ ഒരു പോയിന്റിൽ നിങ്ങൾ ടെൻസ്ഡ് ആവരുത്, അറിയാവുന്ന സമയം കളഞ്ഞു പോകരുത്. മൾട്ടിപ്പിൾ ടൈംസ് വായിക്കുക. ടുവേർഡ്സ് ലാസ്റ്റിലേക്കാണ് ആ പെർഫെക്ഷനിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് മനസ്സിലാക്കുക. താങ്ക് യു.